ബീഹാറിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള രേഖയായി ആധാർ കാർഡ് കൂടി പരിഗണിക്കാൻ സുപ്രീം കോടതിയുടെ ഉത്തരവ്. 12ാമത്തെ രേഖയായി ആധാർ പരിഗണിക്കണമെന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ജോയ് മല്യ ബാങ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. പൗരത്വത്തിനുള്ള രേഖ ആധാറല്ലെന്നും എന്നാൽ തിരിച്ചറിയൽ രേഖയായി ആധാറിനെ പരിഗണിക്കണമെന്നും കോടതി വ്യക്തമാക്കി. ഉത്തരവ് പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ താഴെത്തട്ടിലേക്ക് നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുപ്രീം കോടതിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ നൽകിയ ഹർജികളിന്മേലാണ് സുപ്രീംകോടതി ഇടക്കാല ഉത്തരവിറക്കിയത്. വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാൻ ആധാർ കൂടി രേഖയായി പരിഗണിക്കണമെന്ന് RJD ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം സുപ്രീംകോടതി അംഗീകരിച്ചു. 12ാമത്തെ രേഖയായി ആധാർ പരിഗണിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീംകോടതി ഉത്തരവിട്ടു. ആധാർ നിയമത്തിലെ വ്യവസ്ഥ പ്രകാരം പൗരത്വത്തിനുള്ള തെളിവ് ആധാറല്ല. അതേസമയം ഒരാളുടെ വ്യക്തിത്വത്തെ തെളിയിക്കാൻ ആധാർ ഉപയോഗിക്കാവുന്നതാണെന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ജോയ് മല്യ ബാങ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. പാസ്പോർട്ട് പോലെ ആധാറിനെ കാണാൻ കഴിയില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ രാകേഷ് ദ്വിവേദി പറഞ്ഞു. എന്നാൽ വ്യാജ പാസ്പോർട്ട് പോലെ വ്യാജ ആധാറൊക്കെ ഉണ്ടാക്കാം. അത് കണ്ടെത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. അനധികൃത കുടിയേറ്റക്കാരായി നിരവധി പേർ ബീഹാറിലുണ്ടെന്നും അവരെ കണ്ടെത്തിയിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചു. അതുകൊണ്ടാണ് രേഖകൾ കർശനമാക്കിയതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം. നിലവിൽ ജാതി സർട്ടിഫിക്കറ്റ്, കെട്ടിട സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, ജനന സർട്ടിഫിക്കറ്റ്, പൗരത്വ രേഖ എന്നിവ ഉൾപ്പെടെ 11 രേഖകളാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനായി ഹാജരാക്കേണ്ടത്. ഇതിനൊപ്പമാണ് ഇപ്പോൾ ആധാർ കൂടി അംഗീകരിച്ചത്. നിലവിൽ 65 ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയെന്ന് കേന്ദ്രം സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. 7.24 കോടി വോട്ടർമാരിൽ 99.5% പേരും രേഖകൾ സമർപ്പിച്ചതായി സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. കപിൽ സിബൽ ഉൾപ്പെടെയുള്ള മുതിർന്ന അഭിഭാഷകരുടെ വാദങ്ങൾ അംഗീകരിച്ച കോടതി നിലവിലെ ഉത്തരവ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്നും ഉത്തരവ് പാലിക്കാൻ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞു. ഹർജികൾ ഈ മാസം 15-ന് വീണ്ടും പരിഗണിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി.